മുസ്ലിങ്ങൾ ഐക്യത്തിൽ നിന്നപ്പോഴാണ് ഇവിടെ മതസൗഹാർദ്ദവും തീവ്രതയും ഭീകരതയും ഇല്ലാതെയായത്. മുസ്ലിങ്ങളിൽ നിന്ന് വഹാബിസം പൊട്ടിമുളച്ചപ്പോഴാണ്, സലഫീസം പൊട്ടിമുളച്ചപ്പോഴാണ് ഭീകരവാദം ലോകത്ത് കൊണ്ടുവന്നത്. സലഫികളാണ് മുസ്ലിം സമുദായത്തെ ഭീകരവാദത്തിന്റെ മുൾമുനയിലേക്ക് തള്ളിവിട്ടത്. മൗദൂദികളാണ് മുസ്ലിം സമുദായത്തെ തീവ്രവാദത്തിന്റെ മുൾമുനയിലേക്ക് തള്ളിവിട്ടത്. ഒരൊറ്റ സുന്നിയും തീവ്രവാദിയില്ല. ബഹുമാനപ്പെട്ട ഇ.കെ. ശംസുൽ ഉലമ, ഇ.കെ. ഉസ്താദ് നേതൃത്വം കൊടുത്തിരുന്ന, അതിൽ വിശ്വസിച്ചു പോകുന്ന സമസ്തയായാലും, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും, താജുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുള്ള മഹാനവർകളും, സുൽത്താനുൽ ഉലമയും നേതൃത്വം നൽകുന്ന സമസ്തയായിരുന്നാലും ഈ രണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഇന്നേ വരെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിലോ ഒരു IS-ലോ ഒരു വിഘടനവാദ പ്രസ്ഥാനത്തിലോ ചേർന്നിട്ടില്ല. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്, വഹാബിയിൽ നിന്ന്, ഖാദിയാനിയിൽ നിന്ന്, തബ്ലീഗിൽ നിന്ന് അതിൽ പ്രവർത്തിച്ച ആളുകള് IS-ലേക്കും തീവ്രവാദ പ്രസ്ഥാനത്തിലേക്കും പോകുന്നു. കാരണം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? മോനെ ഹദ്ദാദ് ചെല്ലണം, അതാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഈ ഹദ്ദാദ് റാത്തീബ് ചെല്ലാൻ പറയുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങളുടെ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ എല്ലാ തങ്ങന്മാരുടെയും വല്യുമ്മച്ചിയായ ഖദീജ ബീവിയുടെ ഖബറിന്റെ നേരെ ചോട്ടില് ഖബറിൽ കിടക്കാൻ ഭാഗ്യം കിട്ടിയ ഏക ഇന്ത്യക്കാരനായ വ്യക്തിയാണ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങളുടെ ഖബർ ജന്നത്തുൽ മഹല്ലയില് ഖദീജ ബീവിയുടെ ഖബറിന്റെ നേരെ ചോട്ടിലാണ്. ആ ഖബർ പൊളിച്ചിട്ടില്ല, അവിടെ വേറൊരാളെ മറവടക്കം ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരു വട്ടം മാത്രമേ ബാഫഖി തങ്ങളെ കാണാൻ ഈ സാധുവിന് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഏറ്റവും അധികം എൻ്റെ കൽബ് കൊണ്ട് സ്നേഹിക്കപ്പെടുന്ന ഒരു സയ്യിദാണ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. മറ്റു തങ്ങന്മാരോട് സ്നേഹമില്ല എന്നല്ല പറയുന്നത്, എല്ലാ തങ്ങന്മാരോടും സ്നേഹമാണ്. എന്നെ ചീത്ത വിളിക്കുന്ന തങ്ങളോടും എനിക്ക് സ്നേഹമാണ്. എന്നെ ആക്ഷേപിക്കുന്ന വല്ല സയ്യിദന്മാരുണ്ടെങ്കിൽ അവരോടും എനിക്ക് സ്നേഹമാണ്. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളാണ്. ആ നിലയ്ക്ക് നമ്മൾ എല്ലാവരും അവരെ സ്നേഹിക്കണം. ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന തങ്ങളായാലും, ഏത് സംഘടനയിൽ നിൽക്കുന്ന തങ്ങളായാലും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ നമ്മൾ അവരെ സ്നേഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ? തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇന്ത്യയില്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങിന് വേണ്ടി തങ്ങൾ പ്രസംഗിക്കാൻ പോയാൽ ആ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിന്റെ മുകളിൽ നിറങ്ങുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വേദിയായാലും തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ സമസ്തയിലുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ആ തങ്ങൾ രണ്ട് വേദിയിൽ ചെന്നാലും അവിടെയുള്ള ജനങ്ങളെ വിളിച്ച് പറയുന്നത് വോട്ട് ആർക്ക് ചെയ്യണമെന്നതിനെ പറ്റിയല്ല. നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചെല്ലാതെ ഉറങ്ങല്ല മക്കളെ. അങ്ങനെ പറയുന്നൊരു തങ്ങള് രാഷ്ട്രീയത്തിലും മതത്തിലും ഒരുപോലെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കുന്ന ഒരു തങ്ങള് നമ്മുടെ കേരളത്തില് ഇന്ന് നമുക്ക് കിട്ടാനുണ്ടോ? അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചെല്ലാതെ ഉറങ്ങല്ല മോനെ. പാമ്പ് കടിക്കാതിരിക്കണോ, തേള് കുത്താതിരിക്കണോ, കടിച്ച പാമ്പിന്റെ വിഷം ശരീരത്തില് കയറാതിരിക്കണോ? നിങ്ങൾ സ്ഥിരമായി ഹദ്ദാദ് റാത്തീബ് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നോ? ഖാല റസൂലുള്ളാഹി. ശൈത്താനിന്റെ അടുത്ത് വരാതിരിക്കണോ? നേരം വെളുക്കുന്നത് വരെ പിശാച് നിന്നിലേക്ക് അടുക്കാതിരിക്കണോ? നീ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിക്കൊണ്ടിരിക്കണോ? ഏതാണിത്? അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ഒരാള് 3 വട്ടം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ അയാളുടെ ശരീരത്തിലേക്ക് ശൈത്താൻ വരികയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ഒരാൾ 3 വട്ടം ചൊല്ലിയാൽ അയാളെ 24 മണിക്കൂർ നേരത്തേക്ക് തേള് കുത്തുകയില്ല, പാമ്പ് കടിക്കുകയില്ല. അഥവാ കടിച്ചാലോ വിഷം ശരീരത്തിലേക്ക് കയറുകയില്ല. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ അയാൾക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ
ഒരുപാട് വിഷയത്തിനുള്ള ഔഷധങ്ങളുടെ മുതൽക്കൂട്ടാണ് ഹദ്ദാദ് റതീബ്. അത് ചൊല്ലാൻ പറയുന്ന തങ്ങളായിരുന്നു സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. അല്ലാഹു ദർജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം നമ്മുടെ മജ്ലിസിൽ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. നമുക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, രണ്ടില്ല. ഒന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ദീന്. ആ വിഷയത്തിൽ നമ്മൾ എല്ലാ തങ്ങന്മാരെയും എല്ലാ ഉസ്താദുമാരെയും എല്ലാ സാധാരണക്കാരെയും എല്ലാ മുസ്ലിമീങ്ങളെയും ഒറ്റക്കക്ഷിയായി കണ്ടുകൊണ്ട് എല്ലാവരോടും മഹബത്ത് ഉണ്ടാവണം. നമ്മുടെ കൽബിൽ ആരോടും അസൂയ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആരെയും ചീത്ത വിളിക്കാൻ പാടില്ല. ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ പോലും വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകൾ നിങ്ങളോട് തർക്കിക്കാൻ വന്നാൽ ഖാലൂ സലാമാ, നിങ്ങൾ അല്ലാഹു അവന് രക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞ് വിട്ടുപിരിഞ്ഞു പോരണം എന്നാണ് ഖുർആനിന്റെ കൽപ്പനയുള്ളത്. അതുകൊണ്ട് ഐക്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം, ഐക്യം നമ്മുടെ മഹല്ലിൽ ഉണ്ടാവണം, ഐക്യം നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവണം, ഐക്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഇസ്ലാം ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ്. നിങ്ങൾ കണ്ടോ, ഒരു യുദ്ധക്കളത്തില് സ്വഹാബത്ത് യുദ്ധം നയിക്കുകയാണ്. ആ സമയം ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി പറയാണ്, ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ സമയത്ത് അതാ ഒരാള് യുദ്ധക്കളത്തിന്റെ അങ്ങേ തലക്കെന്ന് വിളിച്ചു പറയാണ്, എനിക്ക് വെള്ളം തരൂ, ഞാനിതാ മരിക്കാൻ കിടക്കുകയാണ് എന്ന് വിളിച്ചു പറയാണ്. ആ സമയത്ത് ഞങ്ങളൊരു വെള്ളപാത്രവുമായിട്ട് ആ വിളിച്ചു പറഞ്ഞ സ്വഹാബിയുടെ അരികിലേക്ക് എത്തുകയാണ്. വെള്ളത്തിന്റെ നാമ്പ് പാത്രം അദ്ദേഹത്തിന്റെ വായുടെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാനെത്തിയപ്പോൾ തൊട്ടപ്പുറത്തതാ ഒരാള് തൊട്ടപ്പുറത്ത് കടന്ന് വിളിക്കുകയാണ്, എനിക്ക് വേഗം വെള്ളം താ, ഞാനിപ്പോ മരിക്കും. ഉടനെ തന്നെ ഈ സ്വഹാബി പറഞ്ഞു, എനിക്ക് വരേണ്ട വെള്ളം അയാൾക്ക് കൊടുത്തിട്ട് മതി, വെള്ളം അവിടെ കൊടുക്ക്. ഉടനെ ഈ വെള്ളപാത്രമുള്ള സ്വഹാബി അയാളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോഴാണ് അതിന്റെ അപ്പുറത്തൊന്നൊരു വിളി പറയുന്നത്, എനിക്ക് വെള്ളം വേഗം താ, അല്ലെങ്കിൽ ഞാനിപ്പോ മരിക്കും. മൂന്നാമത്തെ വ്യക്തിയിൽ വിളിച്ചപ്പോ രണ്ടാമത്തെ സ്വഹാബി പറഞ്ഞു, എനിക്കും വെള്ളം വേണ്ട, അയാൾക്ക് കൊടുത്തിട്ട് വന്നാ മതി. ഈ സ്വഹാബി വെള്ളപാത്രവുമായി മൂന്നാമത്തെ വ്യക്തിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ മൂന്നാമത്തെ വ്യക്തി അവിടെ കിടന്ന് മരിച്ചുപോയി, വെള്ളം കിട്ടാതെ മരിച്ചുപോയി. ആ സ്വഹാബി വെള്ളപാത്രവുമായി രണ്ടാമത്തെ സ്വഹാബിയുടെ അരികിലേക്ക് വന്നപ്പോ ആ സ്വഹാബിയും മരിച്ചിരിക്കുന്നു. എന്നാൽ ഒന്നാമത് ചോദിച്ച വ്യക്തിയുടെ ഹാലെന്താണെന്നറിയാൻ വെള്ളപാത്രവുമായി ഓടി വന്നപ്പോഴോ ഒന്നാമത്തെ സ്വഹാബിയും മരിച്ചിരിക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും എന്റെ സഹോദരന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വെള്ളം വേണ്ട എന്ന കൽബുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ, നമ്മുടെ നേതാക്കളായ സ്വഹാബത്ത് ആ മാർഗത്തിലാണ്, നമ്മുടെ ഇമ്മത്ത് മുജ്തഹിദ് ആ മാർഗത്തിലാണ്, നമ്മുടെ സലഫു സാലിഹീങ്ങൾ ആ മാർഗത്തിലാണ്. അതുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബേ, ഈ സമുദായത്തിൽ പരിപൂർണ ഐക്യം നീ നിലനിർത്തണേ അല്ലാഹ്, ബർക്കത്ത് നീ നിലനിർത്തണേ അല്ലാഹ്, റഹ്മത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട് മരിക്കാൻ, അതുവഴിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, കാമിലായ മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കഞ്ചാബ് വലിക്കാൻ അധികരിച്ച കാലമാണ്, കള്ളുകുടിക്കാൻ അധികരിച്ച കാലമാണ്, വ്യഭിചാരം പച്ച മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന കാലമാണ്. ഞങ്ങളുടെ ഈമാനിന് ഇളക്കമില്ലാതെ നല്ല സിഖത്തുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നല്ല കടുകട്ടിയുള്ള ഈമാൻ നൽകണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്, അഹ്മദ് ബിൻ ഹംബലിനോട് പോയിട്ട് നീ പറയണോ. ഇമാം ഷാഫിനെ വിളിച്ചിട്ട് പറയാണ്, റസൂലുള്ളാഹി തങ്ങളെ, അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണ് കേട്ടോ, സ്വർഗത്തിലാണ്. ശിഷ്യനേക്കാൾ ശിഷ്യൻ സ്വർഗത്തിലാണെന്ന് പറയാൻ ഉസ്താദിനോടാണ് അധികാരപ്പെടുത്തുന്നത്. ശിഷ്യന്റെ ദറജ എത്രയാ? അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണെന്ന്. ഉസ്താദിനൊരു ചെറിയ വിഷമം തോന്നുമല്ലോ, ശിഷ്യപ്പത്ര വലിയ ആളായോ?
അവൻ പഠിച്ച് ഇന്നേക്കാൾ വലിയ മൊയ്ലിയാരായപ്പോ എന്നല്ല തോന്നിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് അന്നത്തെ രാത്രി തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് കുളിച്ച് വസ്ത്രം മാറ്റി അത്തർ പുരട്ടി ഒരു നല്ല തുണിയും കുപ്പായും ഒരു നല്ല പുതിയ തുണിയും കുപ്പായും വാങ്ങി ഒരു ചെറിയ കീശയിലിട്ടിട്ട് ജയിലിന്റെ മുമ്പിലേക്ക് നടന്നു പോവുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തന്റെ ശിഷ്യൻ കിടക്കുന്ന ജയിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബലിനെ വിളിക്കുകയാണ്, മോനെ ഇവിടെ വാ. എന്നിട്ട് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് വെറുതെയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ വന്ന് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ് പോലെ എന്ന് പറഞ്ഞ് ഷാഫി ബാബ കരയുകയാണ്. കരഞ്ഞിട്ട് പറയാണ്, മോനെ നീ ഇപ്പൊ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ ധരിച്ചിരിക്കുന്ന കുപ്പായമുണ്ടല്ലോ, ആ ധരിച്ചിരിക്കുന്ന തുണിയുണ്ടല്ലോ, അത് ഉസ്താദിനൊന്ന് ഊരിത്തരണം. പകരം നിനക്ക് ധരിക്കാൻ ഞാൻ നല്ല പുതിയ തുണിയും കുപ്പായവും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധരിക്കാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പുതിയ തുണിയും കുപ്പായം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പുതിയ തുണിയും കുപ്പായവും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധരിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നീ ധരിച്ചിരിക്കുന്ന ആ പഴയ തുണിയും കുപ്പായം ഉണ്ടല്ലോ, അത് ഉസ്താദിനെ ഇങ്ങോട്ട് ഊരിത്ത, പുതിയത് നീ അങ്ങ് ധരിക്ക. സന്തോഷത്തോടെ ശിഷ്യനത് വാങ്ങിച്ചു ധരിച്ചു. ആ പഴയ തുണി കുപ്പായും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ? ഒരു വലിയ ബക്കറ്റങ്ങ് കൊണ്ടുവന്നിട്ട് ആ ബക്കറ്റിലെ തുണിയും കുപ്പായും അങ്ങിട്ടിട്ട് അതിൽ വെള്ളമങ്ങ് ഒഴിച്ചിട്ട് ഈ തുണിയും കുപ്പായും ഒന്നങ്ങ് അതിലിട്ട് ഇളക്കിയിട്ട് അതിലുള്ള വെള്ളമെടുത്തിട്ട് ഇമാം ഷാഫി തങ്ങൾ കുറച്ചങ്ങ് കുടിച്ചു. ബാക്കിയുള്ള വെള്ളത്തിന്ന് കുറച്ച് വെള്ളമെടുത്തിട്ട് ഷാഫി ഇമാം തന്റെ ശരീരത്തിൽ അങ്ങ് പുരട്ടുകയാണ്. ശിഷ്യന്റെ കുപ്പായം പിഴിഞ്ഞ വെള്ളമോ ശിഷ്യന്റെ തുണി കഴുകിയ വെള്ളമോ ഉസ്താദ് കുടിക്കുകയും ബാക്കിയുള്ളൊരു ശരീരത്തിൽ പുരട്ടുകയുമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഷാഫി ഇമാം പറയാണ്, റസൂലുള്ളാഹി സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ മകനല്ലേ, ആ സമയത്ത് ധരിച്ച വസ്ത്രമല്ലേ, അതിന്റെ ബറക്കത്ത് കിട്ടാൻ ഞാനങ്ങടുത്ത് കഴിച്ചതാണ്, കുറച്ച് ശരീരത്തിൽ പുരട്ടിയതാണ്. അതുകൊണ്ട് ഉസ്താദിനേക്കാൾ വലിയ ശിഷ്യൻ വരുമ്പോ, ശിഷ്യനേക്കാൾ വലിയ ഉസ്താദ് വരുമ്പോ അസൂയ പാടില്ല കേട്ടോ. അസൂയ ആലിമീങ്ങൾക്ക് പറ്റിയതല്ല, അസൂയ തങ്ങന്മാർക്ക് പറ്റിയതല്ല, അസൂയ സാധാരണക്കാർക്കും പറ്റിയതല്ല. വിശാലമായിരിക്കുന്ന മനസ്സ് നമ്മുടെ കൽബിലുണ്ടാവണം. ഒരാളുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടണ്ട, ഒരാളുടെ തളർച്ചയിൽ നമ്മൾ സന്തോഷിക്കുകയും വേണ്ട. അല്ലാഹുവാണ് ഗഫൂറുർ റഹീം, അല്ലാഹുവാണ് വലുതാക്കുന്നവൻ, അല്ലാഹുവാണ് ചെറുതാക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആ മുസ്ലിമീങ്ങളായ നമ്മള് ഐക്യത്തോടെ നീങ്ങണമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. മദ്ഹബിന്റെ ഇടയിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ട് പോലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലികി ഇമാമിനെ തെറി പറഞ്ഞില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അഹ്മദ് ബിൻ ഹംബൽ തെറി പറഞ്ഞില്ല. മാലികി ഇമാം ഷാഫി ഇമാമിനെ തെറി പറഞ്ഞില്ല. മാലികി ഇമാം അബൂ ഹനീഫനെ ആക്ഷേപിച്ചില്ല. മസ്അലയിൽ തർക്കമുണ്ടായിട്ട് പോലും അത് ചെയ്തിട്ടില്ല. നമ്മളിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രണ്ട് ചേരിയിലാണ്. ഞാൻ കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇരുട്ടാവില്ലല്ലോ, ഞാൻ ഈ സമയത്ത് പന്തം കത്തിച്ച് പിടിച്ചാല് പകലുമാവില്ലല്ലോ. അതാണല്ലോ ശുജായി ഉസ്താദ് പറഞ്ഞു പോയത്, പകൽ കൽ അടച്ചാൽ ഇരുളാമ പൊട്ട, പന്തം പിടിച്ചാൽ ഫജിറാമ പൊട്ട, പൊട്ടാനി മുൻതുള്ളി പിൻചോര കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി അംഗീകരിക്കപ്പെടുകയാണ്. നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചെറിയൊരു ഇഖ്തിലാഫ് സംഘടനാപരമായി വന്നുപോയി. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ എന്നാണ്.
ഇമാമിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം അത് സമുദായത്തിന് ഖൈറേ ഉണ്ടാവും. ഒരു മദ്രസ നടത്താൻ കഴിവില്ലാത്തടത്ത് 2 മദ്രസയുണ്ടായി. ഒരു പള്ളികൾ നടത്താൻ കഴിവില്ലാത്തടത്ത് 2 പള്ളികൾ സുഭിക്ഷമായി നടത്തപ്പെടുന്നു. അത് ഖൈറല്ലേ? സംഘടനാ പ്രവർത്തനം വളരെ ശക്തമായി ഊർജ്ജസ്വലതയോടെ നടത്തുന്നു. അൽഹംദുലില്ലാഹ്, അത് ഖൈറല്ലേ? മദ്ഹബിന്റെ ഇമാമികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് ഖൈറല്ലേ? ഇപ്പൊ ഷാഫി മദ്ഹബില് വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി ചമ്മിൽ മറ കൂടാതെ തൊട്ടാൽ ഉദു പോയി. ഹനഫി മദ്ഹബിലോ ഇരുമ്പൊല കൊണ്ട് അടിച്ചാലും പോകാത്ത ഉദുവാ. ആണും പെണ്ണും തൊട്ടാൽ, നഗ്നമായി തൊട്ടാൽ ഉദു പോകില്ല. ഷാഫി മദ്ഹബ് സ്വീകരിച്ച ഒരാൾക്ക് തന്നെ ഉദു എടുക്കുന്ന സമയത്ത് ഹനഫി മദ്ഹബിലേക്ക് മാറിയിട്ട് അതിന്റെ നെയ്യത്തും മറ്റു അമലുകളും തഖ്ലീദ് ചെയ്തിട്ട് മദ്ഹബ് മാറാവുന്നതേ ഉള്ളൂ. ഹനഫി മദ്ഹബ് സ്വീകരിക്കാൻ ചില വിഷയത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കാം, ചില വിഷയത്തിൽ ഹംബലി മദ്ഹബ് സ്വീകരിക്കാം, ചില വിഷയത്തിൽ ഹനഫി അതുപോലെ ഹനഫി മദ്ഹബ് സ്വീകരിക്കാം. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, എന്റെ സമുദായത്തിന്റെ ആളുകളെ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് പെരിപ്പിച്ച് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നത് നിർത്തിവെച്ചിട്ട് സൽക്രമങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. ഒന്നുമില്ലെങ്കിൽ ഹബീബിന വ സയ്യിദുനാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ ദിവസം തയ്യാറാവുക. ഖൽബിൽ നിന്ന് കിബർ പോകും, കുരുട്ട് പോകും, അസൂയ പോകും, ഉൾനാട്യം പോകും, ഉജ്ബ് പോകും, എല്ലാം പോകും. നമ്മുടെ ഖൽബ് ശുദ്ധിയാവാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മഹബ്ബത്ത് കൊണ്ട് അടുക്കുക. അതാണ് ഈ ലോകത്തെ ഇനി മുന്നിലുള്ള ഏക പരിഹാരം. നടപ്പാക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുകയുണ്ടായി, നിയമം കയ്യിലെടുക്കാൻ. എറണാകുളത്ത് മറൈൻ ഡ്രൈവില് ഒരു സംഘടന ചൂരലെടുത്ത് വടിയെടുത്ത് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന കമിതാക്കളെ പോലെ ഇരിക്കുന്ന ആണിനെയും പെണ്ണിനെയും അടിച്ചോടിക്കുകയുണ്ടായി. അതിന്റെ പേരില് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ സംഘടനകളും സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ഒരു സംഘടന നടത്തിയത് എന്താണ്? അവിടെ ചുംബന സമരമാണ്. ചുംബന സമരം വൃത്തികെട്ട ഒരു ഏർപ്പാട്. ഇതിലും വലുതുണ്ടോ സുഹൃത്തുക്കളെ? ചുംബന സമരം എന്ന് പറഞ്ഞ എന്തോന്ന് സമരാണത്? ചുംബന സമരം എന്ന് പറഞ്ഞാൽ അതെന്തോന്ന് സമര? പട്ടപ്പകൽ ആണും പെണ്ണും നിന്നിട്ട് നായ്ക്കൽ കാണാത്ത വൃത്തികേട്. ആണിന്റെ നാക്ക് വായിൽ കിടക്കുന്ന നാക്ക് പെണ്ണ് വലിച്ച് നുണഞ്ഞ് കുടിക്കുന്ന വൃത്തികെട്ട ഏർപ്പാട്. അതാണ് ചുംബന സമരം. ആണ് പെണ്ണിന്റെ വായിലുള്ള നാക്ക് കടത്തി, പെണ്ണ് ആണിന്റെ വായിൽ നാക്ക് കടത്തിയിട്ട് അവളുടെ നാക്ക് നുണഞ്ഞ് പട്ടാപ്പകൽ അത് ഫോട്ടോ എടുത്ത്, അത് ടിവിയിലെടുത്ത്, അത് ഫ്ലാഷ് ക്യാമറകളെടുത്ത്, അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുത്തിട്ട് വൃത്തികെട്ട സമരം എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ നടന്നു. പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വെളിവാകും പരസ്യമായി പ്രത്യക്ഷമായി ഖിയാമത്ത് നാളായാൽ റോട്ടിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. പുതുതലമുറ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളോടുകൂടെ ഇഷ്ടമുള്ളിടത്തിരുന്നു കൊണ്ട് ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും മറ്റേ പരിപാടി നടത്താനും, റോട്ടിലാണെങ്കിൽ റോട്ടില്, ബീച്ചിലാണെങ്കിൽ ബീച്ചില് അതിന്റെ സ്വാതന്ത്ര്യം നൽകണം. അത് ചോദിക്കാൻ വരുന്നവൻ സദാചാര ഗുണ്ടയാണ്, അവനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാണ്. എന്നാൽ ചോദിക്കാൻ ചെയ്യേണ്ടവരാരാണ്? ഒരു ജനാധിപത്യ മതനിരപേക്ഷത രാജ്യത്ത്, സംസ്കാരം നിലനിൽക്കുന്ന കേരളം പോലത്തെ പൈതൃകത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് ഈ ചുംബന സമരം അനുവദിക്കാമോ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്, കോടതികൾ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ ഉമ്മ പെങ്ങന്മാർക്ക് വഴിയിലൂടെ നടക്കണ്ടേ? ഇവിടെ ചെറുപ്പക്കാർക്ക് വഴിയിലൂടെ നടക്കണ്ടേ? നാളെ ഒരു കൂട്ടര് പറയാണ് ലൈംഗിക സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി റോട്ടിൽ കിടന്ന് നായ്ക്കളെ പോലെ വ്യഭിചരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കേണ്ടി വരില്ലേ? എന്നാൽ
നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? മൻ റആ മിൻകും മുൻകറ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു തമ്മാടിത്തരം കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയട്ടെ. വഇല്ലം യസ്തദിഉ, കൈകൊണ്ട് തടയാൻ പറ്റിയില്ലെങ്കിലോ ഫബിലിസാനിഹി, നാക്കുകൊണ്ട് വഅദ് പറയട്ടെ. വഅദ് പറഞ്ഞാലും പ്രശ്നമുണ്ടാകുമെങ്കിലോ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അങ്ങനെ ഹൃദയം കൊണ്ട് വെറുത്ത് മാറിപ്പോകല് ഈമാനിന്റെ താഴ്ന്ന ദർജയാണ് കേട്ടോ. ഈ വൃത്തികേട് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ കൈകൊണ്ട് തടയാൻ പറ്റൂല. ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. നാക്ക് കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ പേരിൽ കേസെടുക്കപ്പെടൂ. വദാലിക അദ്അഫുൽ ഈമാൻ, കൽബ് കൊണ്ട് വെറുത്തിട്ട് ആ ദുഷ്പ്രവർത്തനങ്ങളോട് ചെയ്യുന്നവര് കൽബ് കൊണ്ട് വെറുത്തിട്ട് മാറി നിൽക്കപ്പെടേണ്ട അവസാന കാലഘട്ടത്തിലാണ് നമ്മൾ എത്തുന്നത്. ഞാൻ ഇന്ന് വാതിന് വേണ്ടി ഒരു വീട്ടിൽ നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ, ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്റെ കൈ പിടിച്ചു പറഞ്ഞു, ഉസ്താദേ വീട്ടിലുള്ള കിണറിലെ വെള്ളം പറ്റിപ്പോ, മഴയ്ക്ക് വേണ്ടി ഒന്ന് സദസ്സിൽ വെച്ച് ദ്വാരക്കണം കേട്ടോ. കേരളത്തിൽ മഴ പെയ്യാഞ്ഞിട്ടത് കാടില്ലാഞ്ഞിട്ടാണോ? ആണോ മോനെ? കേരളത്തിൽ മഴ പെയ്യാത്തത് കാടില്ലാണ്ടാ? പണ്ട് കേരള നിയമസഭയിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അയാളെ പേര് ഞാൻ പറയണില്ല, അയാൾ മരിച്ചുപോയി, ഒരു വഹാബിയായിരുന്നു. അതുകൊണ്ടാ പേര് പറയാത്തത്. ഇനി പേര് പറഞ്ഞു പോയാൽ അതൊരു രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. അന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അയാളും മരിച്ചുപോയി, ഈ മെമ്പറും മരിച്ചുപോയി. മുഖ്യമന്ത്രിയോട് ഈ മെമ്പർ നീച്ചു നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോ മുഖ്യമന്ത്രി ഈ മെമ്പറോട്, ഈ MLA യോട് പറഞ്ഞു, എങ്ങനെയാണ് കേരളത്തിൽ മഴ പെയ്യുക? താങ്കൾ കേരളത്തിലെ കാടൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെയുള്ള തേക്കും വീട്ടിയും ഒക്കെ കള്ളക്കടത്ത് നടത്തി മരം മുറിക്കപ്പെടുന്ന കള്ളനല്ലേ? അതുകൊണ്ട് നിങ്ങളാണ് കേരളത്തിൽ മഴ പെയ്യിപ്പിക്കാത്തതിന്റെ ഉത്തരവാദിത്തം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ നിയമസഭയിലിരിക്കുന്ന ഒരു MLA യോട് പറഞ്ഞപ്പോ, കേരളത്തിലുണ്ടായതാണ്, ആ MLA എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ കാട്ടിലെ മരം മുറിച്ചതിന്റെ പേരിലാണ് കാട്ടില് മഴ പെയ്യാത്തതെങ്കിൽ അറബിക്കടലിൽ മരമില്ലല്ലോ സാർ, അവിടെ മഴ പെയ്യുന്നത് എന്താണ്? കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ? സംഗതി ആ MLA ഒരു ഫലിത ബിന്ദുക്കളിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പെയ്യേണ്ട മഴ അബുദാബിയിലും ഖത്തറിലും പെയ്യുന്നു. സൗദി അറേബ്യയിൽ വെള്ളപ്പൊക്കം, ഖത്തറിൽ വെള്ളപ്പൊക്കം, അബുദാബിയിൽ ശക്തിയായ മഴ, 12 മില്ലിമീറ്റർ വരെ മഴ അബുദാബിയിലും ദുബായിലും സൗദി അറേബ്യയിലും രേഖപ്പെടുത്തുകയാണ്. സൗദിയിലെ തുരങ്കങ്ങൾ വരെ ജാമായി പോകുന്ന വെള്ളം, സൗദി അറേബ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളം സൗദി അറേബ്യയിൽ കാടുണ്ടായിട്ടാണ് മഴ പെയ്യുന്നത്. ഈ പാഠപദ്ധതികളൊക്കെ തിരുത്തേണ്ട കാലം കഴിഞ്ഞു എന്ന് വെച്ച് കാട് നിങ്ങളെല്ലാവരും മരം മുറിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥട്ടോ. ഇസ്ലാം വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നത് കാടും കടലിലെ വെള്ളമൊന്നുമല്ല. എവിടുന്നാ മഴ വരുന്നത്? അല്ലാഹു ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കാൻ കഴിവുള്ളവനാണ്. മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കുന്നവൻ ഞാനാണോ നിങ്ങളാണോ? ഇജാബത്ത് കിട്ടും. 2 ആഴ്ച മുമ്പേ നിയമസഭയിൽ മഴയില്ലാത്തതിനെ പറ്റി ചർച്ച വന്നപ്പോ സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് MLA പറഞ്ഞു മുഖ്യമന്ത്രിയോട്, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് മഴ വേണം. മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിചാരിച്ചവരെ ഒരു തുള്ളി വെള്ളം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ ഒരുത്തനും പറ്റില്ല. പക്ഷെ നിയമസഭയിൽ MLA വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, ഈ മേഘത്തിന്റെ മോഡിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു കെമിക്കൽ പൊടി വെതറാം. അങ്ങനെ കെമിക്കൽ മഴ പെയ്യിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ഒന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അത് പ്രായോഗികമല്ല.
കാരണം ചിലപ്പോ കാസർഗോഡ് കാണുന്ന മേഘത്തിന്റെ മുകളിൽ പോയി ഹെലികോപ്റ്ററിൽ പോയിട്ട് കെമിക്കൽ വെതറിയ മേഘം അവിടെ നിൽക്കല്ല, മേഘം ഇങ്ങനെ നീങ്ങി നീങ്ങി പോകാവൂ. കാസർകോട്ടെ മേഘം പോയിട്ട് പെയ്യാ ചിലപ്പോ അറബിക്കടലിലാവും മഴ പെയ്യാ. വേണ്ടത് കാസർകോട്ട് കിട്ടേണ്ട മഴ കടലിൽ പോയി പെയ്യും. അള്ളാഹു ചോദിക്കുകയാണ്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘപാളികളിൽ നിന്ന് വെള്ളമിറക്കാനുള്ള കഴിവ് ഏത് ഗവൺമെന്റിനാണുള്ളത്? ഇല്ല. എന്നാൽ ഉണ്ട്. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വലിയ സമ്മേളനം ഈ മാർച്ച് 3, 4, 5 തീയതികളില് തൃശൂര് താജുൽ ഉലമ നഗറിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, ആ സമ്മേളനത്തിന്റെ സമാപന ദിവസം നാളെ ഇവിടെ വരാനിരിക്കുന്ന ശൈഖുന കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമ അവിടെ കൂടിയ 50,000-ത്തിലധികം വരുന്ന പണ്ഡിതന്മാരെയും ലക്ഷോപിലക്ഷം വരുന്ന പ്രവർത്തകന്മാരെയും അണിനിരത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് മഴയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം. അതിനുവേണ്ടി നാളെ മുതൽ 3 ദിവസം എല്ലാവരും വ്രതമനുഷ്ഠിക്കണം, കഴിയുന്നവരൊക്കെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവിടുന്ന് വെച്ച് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. നേരം വെളുക്കുന്നതിന്റെ ഉള്ളില് തൃശ്ശൂരിൽ മഴ പെയ്തു, കേച്ചേരിയിൽ മഴ പെയ്തു, കുന്നംകുളത്ത് മഴ പെയ്തു, ഗുരുവായൂരിൽ മഴ പെയ്തു, കാസർഗോഡ് മഴ പെയ്തു, കണ്ണൂർ മഴ പെയ്തു, കോഴിക്കോട് മഴ പെയ്തു, കൊല്ലത്ത് മഴ പെയ്തു, എല്ലാ സ്ഥലത്തും മഴ കിട്ടി. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരു നിരീശ്വരവാദിയായ ഒരു വക്കീലുണ്ട്. അയാളുടെ ഫേസ്ബുക്കിൽ എഴുതി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയും മഴയ്ക്ക് വേണ്ടി എപ്പോഴായിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മഴ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടുത്തെ സന്തുലിതാവസ്ഥക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ള നിലക്ക് ഞാനത് പറയണില്ല. മുബത്തദ മാത്രമേ പറയുന്നുള്ളൂ, ഖബർ മഹദൂഫ കേട്ടോ. നമുക്കറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മറിയത്, അല്ലാത്തത് തള്ളിക്കളയാതാണ്. ആവശ്യമുള്ളത് ആവശ്യമുള്ളടത്ത് പറഞ്ഞാൽ മതി, ആവശ്യമില്ലാത്തത് അനാവശ്യം പറഞ്ഞിട്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ പണ്ഡിതന്മാർ തോരുന്ന ഇജാബത്തുണ്ട്, അരിമീങ്ങൾ തോരുന്ന ഇജാബത്തുണ്ട്. കിട്ടി മഴ. കേരളത്തിൽ അതുവരെ പെയ്യാത്ത മഴ പല ഭാഗങ്ങളിലും കിട്ടി. ആ വാക്ക് കേട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് SSFന്റെ പ്രവർത്തകന്മാർ, ലക്ഷക്കണക്കിന് SYSന്റെ പ്രവർത്തകന്മാർ, ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ശൈഖുനായുടെ വാക്ക് കേട്ടുകൊണ്ട് 3 ദിവസം സുന്നത്ത് നോമ്പ് നോറ്റു. ആ 3 ദിവസവും മഴ കിട്ടി. ഞാന് എന്റെ നാടായ കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് എന്റെ മോളെ അങ്ങോട്ടാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഞാൻ അവിടെ ആ വീട്ടിൽ ചെന്നപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദെ കിണറിലെ വെള്ളം പറ്റി, ഇപ്പൊ ടാങ്കറിൽ വെള്ളം അടിക്കുകയാണെന്ന്. ഈ സമ്മേളനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അയൽ വീട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്നലെ രാത്രി ഇവിടെ പെയ്ത മഴയിൽ എന്റെ കിണർ നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് കളിയാക്കാന്നാ തോന്നിയത്. ഞാൻ പറഞ്ഞു, അതിന് മാത്രമുള്ള മഴ പെയ്തോ? ഞങ്ങളുടെ അവിടേക്കൊന്നും അത്ര ശക്തിയില്ല, മഴ ഉണ്ടായിരുന്നു, പക്ഷേ കിണർ നിറയാൻ മാത്രമുള്ള മഴയൊന്നും പെയ്തിട്ടില്ല. നിങ്ങൾ മുബാലകത്തിന്റെ സീക ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കൂട്ടിയതല്ലേ വെച്ചു. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദോടെ വാ, കൊണ്ടുപോയി കാണിച്ചു. കിണർ നിറഞ്ഞു നിൽക്കുകയാണ്. 1 മണിക്കൂറാണ് അവിടെ ശക്തിയായിരിക്കുന്ന മഴ പെയ്തത്. ഒരു തുള്ളി വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിണറിൽ നിന്ന് കിണർ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ആലിമീങ്ങൾ ദുആ ചെയ്താൽ, പണ്ഡിതന്മാർ ദുആ ചെയ്താൽ, മുതഅല്ലിമീങ്ങൾ ആമീൻ പറഞ്ഞാൽ, വയസ്സായവർ കൈനീട്ടിയാൽ, അല്ലാഹു ഗഫൂറുർ റഹീമാണ്, അല്ലാഹു റഊഫുർ റഹീമാണ്. അല്ലാഹു ക്രൂരനല്ല, അല്ലാഹു അക്രമിയല്ല, അല്ലാഹു തമ്മാടിയല്ല, അല്ലാഹു മോശക്കാരനല്ല, അല്ലാഹു ഏറ്റവും വലിയ മാന്യനാണ്. അല്ലാഹു നമുക്ക് ഇജാബത്ത് തരൂ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഴയ്ക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. വെള്ളം വറ്റിപ്പോയാൽ വല്ലാത്ത കഥയാണ്. സുബ്ഹാനല്ലാഹ്, എത്യോപ്യയിലെ പട്ടിണി കൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മരിച്ചു വീഴുകയാണ്. എത്യോപ്യയില് ഇപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ആളുകള് പട്ടിണി കൊണ്ട് മരിച്ചു വീഴുകയാണ്. ആ നിലക്കുള്ള ഒരു പരീക്ഷണം നമ്മളിലേക്ക് വന്നാൽ അത് താങ്ങാനുള്ള ശക്തി നമുക്കുണ്ടോ? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. അർഹമുർ റഹീമായ റബ്ബ് കഠിനമായ പരീക്ഷണം നമുക്ക് നൽകാതിരിക്കട്ടെ.
നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ദുശ്ചൈതികളുടെ കിബറിന്റെ ഹസദിന്റെ അസൂയയുടെ ഗീബത്തിന്റെ നമീമത്തിന്റെ കൊലപാതകത്തിന്റെ വ്യഭിചാരത്തിന്റെ കല്ലുകുടിയുടെ പലിശ വാങ്ങലിന്റെ ദുർവ്യാപ്തിപരമായിട്ടാണ് അള്ളാഹു മഴ തടഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ബർക്കത്ത് നീങ്ങിപ്പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. മോനെ ഇപ്പൊ നമ്മൾക്ക് ബർക്കത്തുണ്ടോ? ഗൾഫ് നാട്ടിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ടത്തോടെ പറഞ്ഞു വിടുകയല്ലേ. എന്റെ കൈ പിടിച്ച ചെറുപ്പക്കാരൻ ഖത്തറിൽ ജോലിക്ക് പോയതാണ്. അതേപോലെ തന്നെ അവൻ നാട്ടിൽ വന്നിരിക്കുകയാണ്. പോകുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഖത്തറിൽ പോവുകയാണ്. കാസർഗോഡ് ജില്ലക്കാരനാണ്. ഇപ്പോൾ വന്നപ്പോ വാലിന്റെ സഹസിലയാളെ കാണുകയാണ്, ജോലി കിട്ടിയില്ല. മിനിഞ്ഞാന്ന് അബൂദാബിയിൽ നിന്ന് ഷെയ്ഖ് മസ്റൂഇയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ കമ്പനിയിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, ഒരു ഗ്രൂപ്പിലുള്ള ഞങ്ങളെ മുഴുവൻ മസ്റൂഇ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ടൊരു കുടുംബത്തിന്റെ നായകൻ തലകറങ്ങി വീഴുകയാണ്. ജോലി നഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചപ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു. അവിടെയുള്ള പെട്രോളിയത്തിന്റെ ഉറവ വറ്റുന്നു. ഗൾഫ് നാടുകളിലെ ബറക്കത്ത് നീങ്ങുന്നു. നമ്മുടെ നാട്ടിലേക്ക് ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം? ഒന്ന്, നമ്മുടെ ഇടയിലുള്ള ഈ പരസ്പരമുള്ള ചളിവാരിയരിയലും ഫിത്തനയോ, ഈ അനാവശ്യമായിരിക്കുന്ന കലബല സംസാരങ്ങളോ, അനാവശ്യമായിരിക്കുന്ന ഭിന്നതകളോ ബറക്കത്ത് നീക്കിക്കളഞ്ഞടോ. എന്നാൽ ഉസ്താദേ, ഗൾഫ് രാജ്യത്തെ ക്രൂഡ് ഓയിലിന്റെ വില കുറയാനുള്ള കാരണം എന്താണ്? കാരണമുണ്ട്. യമനികളും അറബികളും തമ്മിലുള്ള ബന്ധം എത്രയാണ്? ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുണ്ടല്ലോ, താജുൽ ഉലമയുടെ പേര് കൊടുത്ത്, സൗദത്തിന്റെ പേര് കൊടുത്ത താജുൽ ഉലമയുണ്ടല്ലോ, പാണക്കാട് PMS പൂക്കോയ തങ്ങളുണ്ടല്ലോ, കൊയിലാണ്ടിയിലെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുണ്ടല്ലോ, കുമ്പോലക്കും ബഹുമാനപ്പെട്ട പാപങ്കോയ തങ്ങളുടെ ഉപ്പൂപ്പയുണ്ടല്ലോ. അവരൊക്കെ എവിടുന്ന് വന്നവരാണ്? യമനിൽ നിന്ന് വന്നവരാ. ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു യമനിലെ ഹദറമൗത്ത് നിന്ന് വന്ന ആളാണ്. ഉള്ളാളത്ത് മറപെട്ട് കിടക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി ഖുത്ബുസ്സമാൻ മഹാനവർകൾ എവിടുന്ന് വന്നവരാണ്? യമൻ രാജ്യത്ത് നിന്ന് വന്നവരാണ്. എല്ലാ അഹ്ലു ബൈത്തിന്റെയും മൊരട് കിടക്കുന്നത് യമനിലാണ്. ആ യമനികളും സൗദികളും തമ്മിൽ തല്ലി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ മഖബറ കിടക്കുന്നത് എവിടെയാണ്? ഇറാഖിലെ ബഗ്ദാദിലാണ്. ആ ഇറാഖുകാരും അറബികളും തമ്മിൽ തർക്കത്തിലാണ്. ഇറാനുമായി തർക്കത്തിലാണ്. ലിബിയയുമായി തർക്കത്തിലാണ്. അറബികൾ പരസ്പരം തർക്കം തുടങ്ങിയപ്പോ അള്ളാഹു അവന്റെ ബറക്കത്തായ പെട്രോളിയത്തിന്റെ വില താഴ്ത്തിക്കളഞ്ഞു. നമ്മൾ EKയുടെയും AP-യുടെയും പേരില് പരസ്പരം തല്ലിച്ചാവുന്ന അവസ്ഥ വന്നപ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വീടുണ്ടാക്കിയിരുന്നു. അവിടുന്ന് കിട്ടുന്ന ബറക്കത്ത് കൊണ്ടാ നമ്മൾ കാറ് വാങ്ങിച്ചത്. അവിടുന്ന് കിട്ടുന്ന ബറക്കത്ത് കൊണ്ടാ നമ്മൾ ഈ സൗദം പണിതത്. അവിടുന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാ നമ്മുടെ വീട് നന്നായത്. അവിടുന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാ മകളെ കെട്ടിച്ചത്. അവിടുന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാ കാറ് വാങ്ങിച്ചത്. മറക്കണ്ട, ഗൾഫ് നാട്ടിൽ നിന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ പട്ടിണി മാറിയത്. പരസ്പരം മാറി നിന്നുകൊണ്ട് തെറി വിളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു ആ ബറക്കത്തിന്റെ കടക്ക കത്തിവെച്ചിരിക്കുകയാണിപ്പോ. കൂട്ടത്തോടെ ഗൾഫ് നാട്ടിൽ നിന്ന് ആളുകളെ പിടിച്ചു പിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങള് നിർത്തുക മുസ്ലിമീങ്ങളെ. ബറക്കത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ വകയില്ലതല്ല. സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാ കാണാ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സമയത്ത് വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിന് മുമ്പിൽ ഒരു തർക്കമാണ്. എന്ത് തർക്കമാണ്? മസ്അലയിൽ ഒരു തർക്കമാണ്. ഒരു സഹാബി പറയുന്നു, അയാൾ പറഞ്ഞല്ല ശരി, ഞാൻ പറഞ്ഞാണ് ശരി. മറ്റേ സഹാബി പറയുന്നു, ഇയാൾ പറഞ്ഞല്ല ശരി, ഞാൻ പറഞ്ഞതാണ് ശരി. അങ്ങനെ സ്വഹാബത്ത് തമ്മിൽ തർക്കം തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂമിന്റെ ഇടയിൽ നിന്ന് ഓടി വരികയാണ്. ഈ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഓടി വന്ന റസൂലുള്ളാഹി തർക്കം കണ്ടപ്പോ അതാ തലയിൽ കൈവച്ച് സ്തംഭിതനായി. നബി തങ്ങൾ പറയാണ്, വല്ലാത്ത നാശം, നിങ്ങളുടെ തർക്കം കാരണം വലിയ നിഅമത്ത് നീങ്ങിപ്പോയി എന്ന് ഖാല റസൂലുള്ളാഹി.
തർക്കം കാരണം വല്ലാത്തൊരു നിഅമത്ത് അല്ലാഹു തആല എടുത്തു കളഞ്ഞു. എന്താ നിഅമത്ത്? ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇപ്പൊ വഹി അറിയിപ്പിച്ചു തന്നു. ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത എന്താ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്താൽ കിട്ടാത്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാവുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ റഹ്മത്തിന്റെ മലക്കുകൾ മൊത്തം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നത് വരെ അന്ന് മലായികത്ത് ഭൂമിയിലുണ്ടാകും. അങ്ങനത്തെ അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു രാവ്, ഒരു ദിവസം സംഭവിക്കാനുണ്ട്. അത് ഇന്ന ദിവസത്തിലാണെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് വഹി പറഞ്ഞു കൊടുത്തു. ആ സന്തോഷം സഹിക്കവയ്യാതെ റസൂലുള്ളാഹി ഉമ്മത്തിനോട് പറയാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് സഹാബത്ത് തമ്മിൽ തർക്കം. നബി തങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു അതങ്ങ് മറപ്പിച്ചു കളഞ്ഞു. നബി തങ്ങൾ പറയാണ്, അത് ഇന്ന ദിവസമാണെന്ന് എനിക്ക് അറിയിച്ചു തന്നതായിരുന്നു. അത് പറയാൻ വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ തർക്കം. തർക്കമുള്ളിടത്ത് ബർക്കത്തില്ല. അതുകൊണ്ട് തർക്കം കാരണം അത് എന്റെ മനസ്സിൽ അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒരു ദിവസമാണ് ആ ദിവസം. ഒന്നിരിക്കൽ 21-ാം രാവാണ്, അല്ലെങ്കിൽ 23-ാം രാവാണ്, അല്ലെങ്കിൽ 25-ാം രാവാണ്, അല്ലെങ്കിൽ 27-ാം രാവാണ്, അല്ലെങ്കിൽ 29-ാം രാവാണ്. റമദാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട ഏതോ ഒരു രാവാണ്. ഇന്നതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങളുടെ ഇടയിലുള്ള തർക്കം കാരണം അല്ലാഹു ആ റഹ്മത്തങ്ങ് ഉയർത്തിക്കളഞ്ഞു എന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായി പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അനാവശ്യമായ ഗ്രൂപ്പ് കളിച്ചാൽ നമ്മുടെ ഇടയിലുള്ള മുതലിലുള്ള ബർക്കത്ത് നീങ്ങൂ, മക്കളിലുള്ള ബർക്കത്ത് നീങ്ങൂ, കച്ചവടത്തിലുള്ള ബർക്കത്ത് നീങ്ങൂ, കൃഷികളിലുള്ള ബർക്കത്ത് നീങ്ങൂ. ഇപ്പൊ കൃഷിയുണ്ടോ? വെള്ളമില്ലാതെ കൃഷികളൊക്കെ വറ്റി വരളുകയല്ലേ? പണത്തിന്റെ ലഭ്യതയില്ലാതെ കച്ചവടങ്ങളൊക്കെ തകരാറില്ലല്ലോ? ജോലിയില്ലാതെ ഗൾഫ് നാട്ടിൽ നിന്ന് ചെറുപ്പക്കാര് മടങ്ങി വരികയല്ലേ? അതുകൊണ്ട് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിലോ ഇനിയും നമ്മൾ കൂടുതൽ തർക്കത്തിലേക്കും തകരാറിലേക്കും അനൈക്യത്തിലേക്കും നീങ്ങാനാണ് തയ്യാറെടുക്കുന്നതെങ്കിലോ അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണം വരൂ. അത് നല്ലവർക്കും വരും, ചീത്തവർക്കും വരും. അള്ളാഹു ഒരു അദാബ് ഇറക്കുമ്പോ അതിൽ ചിലപ്പോ നല്ലവരും പെട്ടുപോകും. അതുകൊണ്ടാണ് പണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് ആ രാജ്യത്തെ നശിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞത്, ലൂത്ത് നബിയെ നിങ്ങൾ വേഗം രാജ്യം വിട്ടോ. നൂഹ് നബിയോട് അള്ളാഹു തആല പറഞ്ഞത്, വേഗം കപ്പലിൽ കയറിക്കോ. ഒരക്രമികൾക്ക് ശിക്ഷ വരുന്ന സമയത്ത് മാമിൻ അഹ്ലകിനാ മിൻ ഖർയത്തിൻ ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ, ഒരു രാജ്യത്തെയും ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല അതിന്റെ ആളുകൾ അക്രമം ചെയ്തിട്ടല്ലാതെ, തെമ്മാടിത്തരം ചെയ്തിട്ടല്ലാതെ. മഴയില്ലാതെ വിഷമിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഒന്ന് നമ്മുടെ ഇടയിലുള്ള തർക്കമാണ്, നമ്മുടെ ഇടയിലുള്ള ഫിത്നയാണ്, നമ്മുടെ ഇടയിലുള്ള പരദൂഷണമാണ്. അത് നിർത്തണം പ്രിയപ്പെട്ടവര്. റഹ്മാൻ റബ്ബ് യോജിച്ചു നീങ്ങാനുള്ള പ്രവർത്തനത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഐക്യം ഈ സമുദായത്തിൽ അല്ലാഹു ഇട്ടു തരുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള തൗഫീഖ് റഹ്മാൻ റബ്ബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇന്ന് വേദി ഒരുക്കുന്നില്ല. കാരണം നാളെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇവിടെ വരുന്നുണ്ട്. ധാരാളം പണ്ഡിതന്മാരും ഉസ്താദുമാരും വഅദന്മാരും സയ്യിദന്മാരും നാളെ ഇവിടെ അണിനിരക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ ഒരു മുന്നോടി, ഒരു വിളംബരം ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഖാദിമാണ്, ഒരു പരിചാരകനാണ് വിനീതനായ ഞാൻ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവിനെ സംബന്ധിച്ച് സുവിശേഷം പ്രസംഗിക്കാമെന്ന യോഹന്നാൻ പറഞ്ഞതെന്തേ? എന്റെ പിറകെ വരുന്ന മനുഷ്യന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വള്ളി ചുമക്കാൻ പോലും ഞാൻ അർഹനല്ല.
ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി യോഹന്നാൻ എഴുതി വെച്ചത് അതാണ്. എന്റെ പിറകെ വരുന്ന മനുഷ്യൻ, അതായത് ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വള്ളി ചുമക്കാൻ പോലും ഞാൻ അർഹനല്ല എന്ന് ഇപ്പോഴത്തെ പുതിയ നിയമം എന്ന് പറയുന്ന, ഇഞ്ചീൽ എന്ന് പറയുന്ന, ബൈബിൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന യോഹന്നാൻ സുവിശേഷത്തിന്റെ 18-ാം അധ്യായം 20, 21, 22 വാചകത്തിൽ യോഹന്നാൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ യോഹന്നാന്റെ വാചകമാണ് എനിക്കും പറയാനുള്ളത്. എന്റെ പിറകെ വരുന്ന, നാളെ വരാൻ വേണ്ടി പോകുന്ന ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും ചെരുപ്പടിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഈ പാവപ്പെട്ട ഞാൻ ഒരധിക പ്രസംഗത്തിന് മുതിരുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം മുസ്ലിം ഐക്യമാണ്. മുസ്ലിം ഐക്യം എന്ന് കേൾക്കുമ്പോ മറ്റു മതക്കാർ അതിൽ സംശയിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾ ഇവിടെ ഐക്യത്തിൽ നിന്നാൽ അത് ഹിന്ദുക്കൾക്ക് കേടില്ല, അത് ക്രിസ്ത്യാനികൾക്ക് കേടല്ല, അത് നിരീശ്വര നിർമ്മിത ഭൗതികവാദ പ്രസ്ഥാനങ്ങൾക്ക് കേടല്ല.